ടു മൈ യൂട്യൂബ് ചാനൽ. 6 ദിവസത്തെ ഞങ്ങളുടെ ഗോവ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കാറിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും തെറ്റിയിരിക്കേണ്ട, ഞങ്ങൾ ഇപ്രാവശ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്ന കാറിലല്ല. അപ്പോൾ എന്നെയും ചേട്ടനെയും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് പപ്പ. ഞാനും ചേട്ടനും മാത്രമാണ് ഗോവയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഏട്ടനാണെങ്കിൽ ഈ ട്രെയിന് പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാറിൽ പോകാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ ഒരു നിർബന്ധം കാരണം നിന്ന് തന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ട്രിപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കൊല്ലത്തുനിന്ന് കർണാടക വരെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് ഒരു 2 ആഴ്ചത്തെ ട്രിപ്പ് ഫാമിലി ആയിട്ട് തന്നെ കാറിൽ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാനും ചേട്ടനും കൂടെ ഞങ്ങൾ 4 പേരും അങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ടയേർഡാവും നമ്മൾ. രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പം റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ നൈറ്റ് മാത്രമാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് വെളുപ്പിന് തന്നെ എണീറ്റ് ഫ്രഷായി പിന്നെയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. റെസ്റ്റ് ഇല്ല, നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി വെച്ചിട്ട് അവിടെ 3-4 ദിവസം നിന്ന് അത്യാവശ്യം ആ സ്ഥലം മാത്രം കവർ ചെയ്ത് അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എല്ലാ സ്ഥലം കൂടി ഇങ്ങനെ കണ്ട് പോകുമ്പോൾ ഫോണിലെ സ്പേസും പോവും. കാരണം ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ ഇത്രയും സ്ഥലം കവർ ചെയ്യുമ്പോൾ എന്തോരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ എടുക്കുമല്ലോ, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. ഒന്നെങ്കിൽ ഇൻസ്റ്റയിൽ ഹൈലൈറ്റ് ആക്കും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസ് ആക്കി ഇടും. അങ്ങനെ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഒരുമിച്ച് കവർ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ്. ഏട്ടാ എങ്ങോട്ട് പോവാ? ഇതെന്ത് ഫ്രണ്ട് ഒരു ബോൾ ഇട്ട് വെച്ചേക്കുന്നോ? കേറിക്ക്, ഞാൻ പുറകെ വന്നോളാം. കേറട്ടെ? നീ പോടാ പൊട്ട. ഈ 2 ചേട്ടന്മാർ ഇരിക്കുന്ന സീറ്റായിരുന്നു ഞങ്ങളുടേത്. അപ്പം മനസ്സോടെ ഞങ്ങൾ സീറ്റ് ചേഞ്ച് ചെയ്തു. കാരണം അവർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, അവിടെ ഫ്രണ്ട്സൊക്കെ അവിടെ ആയതുകൊണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്തോ ചെയ്യാനാ, അവരുടെയും കൂടെ ഹാപ്പിനെസ് നോക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഈ സീറ്റിനെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം വെച്ച് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വീട്ടുകാരെ വിളിച്ച് അമ്മയും പപ്പയൊക്കെ വിളിച്ച് ഞങ്ങൾ സേഫായിട്ട് എത്തി കയറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് വിളിച്ചറിയിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പോയിട്ട് ചായയും കൂടെ കടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ബിങ്കോയും ഇങ്ങനെ എന്തൊക്കെയോ ഒപ്പിച്ചു. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എത്ര കഴിച്ചാലും ഇങ്ങനെ വണ്ണം വെക്കുന്നൊരു ബോഡി ടൈപ്പ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് അവസാനമാണ് ചായ കുടിക്കുന്നത്. പിറ്റേ ദിവസം ഫേസ് വാഷ് ചെയ്യാനുള്ള ഫേസ് വാഷും ഇല്ലെങ്കിൽ ബാഗിനകത്ത് വേണ്ട കാര്യങ്ങൾ, പേസ്റ്റ്, ബ്രഷ്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചോ എന്നൊക്കെ ചെക്ക് ചെയ്ത്. കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ പോകണോ വേണ്ടേ പെട്ടെന്ന് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാണ്ട് എടുത്തതാണ്. അപ്പം തത്കാലം ഞാൻ തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എനിക്ക് കിട്ടുമെന്ന് എഴുതിയതേ അല്ല. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് പോലും ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. 1-2 ഡ്രസ്സ് ഏതൊക്കെയോ എടുത്തു വെച്ചു, ബാക്കിയൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ഏകദേശം എല്ലാ കാര്യവും സെറ്റ് ചെയ്തിട്ട് ചായ കൂടി ഒക്കെ തുടങ്ങി. എടുത്തോണ്ടിരിക്കുകയോ? അയ്യേടാ, നേരത്തെ പറഞ്ഞാൽ ഞാൻ 2 വട മാഞ്ചരിങ്ങ വരിച്ചില്ലേ. ഇതിപ്പോ എത്രാമത്തെ ചായ? എന്ത് വേട്ടാ,
വേണ്ട, ഇപ്പോഴേ വേണ്ട. പാലക്കാട് എത്തുമ്പോഴേക്ക് ഒരുപാട് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ചിട്ട് ഇനി ബാത്റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരുമാവോ? ഈ ഫോക്കസ് കറക്റ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ ഐഫോൺ എടുക്കണം. ഞാൻ വീഡിയോ എടുക്കട്ടെ ആദ്യം. ഇതിപ്പം കയറിയിട്ട് 2 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ ചായയായി. ചായക്കാരെ കാണുമ്പോൾ ഒക്കെ ചായ വേണം. ഇതിപ്പോൾ ഒരു ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ചായയും വാങ്ങി, അതിൻ്റെ കൂടെ വടയും വാങ്ങി. വട ഇല്ലെന്ന് അകത്ത് വരുന്ന അറിയാണ്ട് പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ആ സെയിം ആൾ തന്നെ അകത്ത് വന്ന്. അങ്ങനെ ഇതിപ്പോൾ ഈ ട്രിപ്പിൽ എത്ര ചായയും വടയും കഴിച്ചു എന്നറിയില്ല. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏട്ടൻ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് കണ്ടത് അടിപൊളി രസമുണ്ടായിരുന്നു. ഒരു മതിൽ പോലെ ഞാൻ എടുത്ത് വീഡിയോ വെച്ചിരുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ നേരി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഏട്ടൻ ഇവിടെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ലായിരുന്നു. നോക്കിയപ്പോൾ കൊള്ളാമല്ലോ, എങ്കിൽ പിന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ കൊള്ളാമെങ്കിൽ സ്റ്റോറി ഇടാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ ചുമ്മാ ടൈം പോകാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എങ്ങോട്ട് പോവാ? അങ്ങോട്ട് കൂടി. എൻ്റെ ഈ ചീവിടിനെ പോലത്തെ സൗണ്ടും പിന്നെന്താ ഈ പാട്ടും പൊട്ടത്തരവും അങ്ങനെ കലബലിയൊക്കെ കേട്ടിട്ട് അടുത്തുള്ള ചേട്ടന്മാർ വന്ന് ഭയങ്കര കമ്പനിയായി. പിന്നെ ഇങ്ങനെയുള്ള ട്രിപ്പിലൊക്കെയാണ് എനിക്ക് ഏട്ടനെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഏട്ടൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എപ്പോഴും സൈലൻ്റായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ നേരെ തിരിച്ചും. അങ്ങനെ ഈ ട്രിപ്പിൽ കിട്ടിയ അവസരം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് മുതലാക്കി. വല്ല നെറ്റ്ഫ്ലിക്സിനകത്ത് വീഡിയോസോ ഇല്ലെങ്കിൽ ഫോണിൽ ഗെയിമൊക്കെ കളിച്ചിരിക്കേണ്ട ആളാണ്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, ഇരുന്നുണ്ട് എൻ്റെ കൂടെ. സമയം ഇപ്പോൾ ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എല്ലാ വ്യൂസും ഇങ്ങനെ വിടാതെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾ നാളെ രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഗോവയിലെത്തും. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ വണ്ടി എങ്ങാണ് റെൻറ്റിന് എടുത്തിട്ട് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തേക്കുന്ന ബീച്ചിൻ്റെ അടുത്താണ്. അപ്പം അത് ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് റിസോർട്ടിൽ ചെന്നിട്ടുള്ള ബ്ലോഗ് ചെയ്യാമെന്ന് കരുതി. ഒരുപാട് ലെങ്തി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കുട്ടി ബ്ലോഗ് ആക്കിയിടുന്നത്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഏട്ടന് ഷർട്ട് മാറണം. ഏട്ടന് രാത്രിയിൽ ലൂസായിട്ടുള്ള ടീഷർട്ടൊക്കെയാണ് ഇഷ്ടം. എന്തെടുക്കാൻ പോവാ? ഇതിപ്പോ എവിടെയായി? എന്റെ തൊപ്പി മാത്രമല്ല എല്ലാം ഉണ്ട്. വീഡിയോക്കകത്ത് കിട്ടുന്നുണ്ട്. ഈ ടീഷർട്ട് എടുത്തിടാൻ പോവാന്നോ? ആ മാക്സിമം ഇപ്പോൾ എടുത്ത ടീഷർട്ട് എടുത്താന്നോ? ആ, എല്ലാം ഒരേ കളറാ. നോക്കി ഇപ്പോൾ ഒരു ടീഷർട്ട് എടുത്ത് മാക്സിന്ന്, അതും ഇട്ടേക്കുന്ന ഷർട്ട്, ഇതേപോലത്തെ എത്ര ടീഷർട്ട് ഉണ്ടെന്ന്. ഞാൻ വിട്ടിരുന്നോ? പോയിട്ട് വാ, ഞാൻ കൂടെ വരാം. ഞാൻ വരും. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് വലിയ കാര്യത്തിൽ ചാടിത്തുള്ളി എണീറ്റതാണ് കൂടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ ഒറ്റ നോട്ടത്തിൽ എന്നെ ഇരുത്തിക്കളഞ്ഞു. ഏട്ടനിപ്പം കൂടെ വരണ്ടെന്ന് പറഞ്ഞാൽ അത് വരണ്ട, അങ്ങനെയാണ്. പിന്നെ അത് റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഏട്ടൻ പറയുന്ന കാര്യം ഒന്ന് പറഞ്ഞത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഏട്ടൻ എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ടിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഓ, കറക്റ്റ് ടൈം വന്നിരിക്കും. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയതും മാറിയ ഷർട്ട് ഈ ടീഷർട്ടാണ് എടുത്തിട്ട്. അങ്ങനെ ഏട്ടൻ ഒറ്റയ്ക്ക് പോയി ടീഷർട്ടൊക്കെ മാറിയിട്ട് വന്നു. രാത്രിയിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഏട്ടന് ഇഷ്ടമല്ല. പ്യുവർ കോട്ടൻ്റെ ടീഷർട്ടൊക്കെ ഉണ്ട്, അതാണ് രാത്രിയിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടീഷർട്ടൊക്കെ എടുത്തിട്ട് വന്ന്. ബോറടിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ കഴിയുമ്പം ഇതാവും. ഇപ്പോൾ ഒന്നും കഴിച്ചതേ ഉള്ളല്ലോ.
ബിരിയാണി ഉണ്ടായിരുന്നു, ബിരിയാണി വാങ്ങിച്ചല്ലോ. ഏട്ടൻ്റെ ഇഷ്ടം ഭാരതി റെയിൽവേ, ഏതാണ് ഇന്ത്യൻ റെയിൽവേസ്. പക്ഷേ വന്ദേ ഭാരതിൽ പോയൊരു വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇതെന്തോ എന്ത് നോക്കിയിരിക്കുന്നേ. ബിരിയാണി ചോദിച്ചു നോക്കട്ടെ. പോയി വാങ്ങിക്കേ. ഞങ്ങളപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ടൈം ഇപ്പം 8 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഒരാളിവിടെ തകർത്ത് ഗെയിം കളിയാണ് കേട്ടോ. ഹലോ ഹലോ, ഫുഡ് കഴിക്കണ്ടേ? ഇപ്പോഴെങ്ങാനും തീരുവോ? ഇപ്പൊ തീരും. വായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ബ്ലോഗ് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ട് പോകാൻ വേണ്ടി വന്നയാ? ആ, എവിടെ പോകാൻ വന്നയാ? ഈ സാധനം കാത്തു വെക്കുമോ? കഴിഞ്ഞോ? കഴിക്കാം. വാ, കഴിയിട്ട് വരാം. ഇല്ല, ഇതാണ് അവസ്ഥ. ഇതെന്തോർന്നതാ? ഇതാണ് അവസ്ഥ. എവിടെ പോയി ഗോവയെന്നല്ല, എവിടെ പോയെന്ന് പറഞ്ഞാലും ഈ കയ്യിൽ ഗെയിം കാണും. ഏട്ടാ അത് വെക്ക്. നോക്കിക്കേ, നിക്ക്. ശ്രദ്ധ ഇങ്ങോട്ടാ. ഇങ്ങോട്ട് നോക്ക്. ഏടം ഫോൺ എങ്ങാണോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ ഇതാണ്. പിന്നെ എന്നെ ആലുവ കടപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. ഞങ്ങൾ പിന്നെ കൂടുതലും ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴാണ്. അല്ലാത്തപ്പോൾ ഒക്കെ ഏട്ടനാണെങ്കിൽ എപ്പോഴും നെറ്റ്ഫ്ലിക്സ്, ഗെയിം, ഞാനും ശല്യപ്പെടുത്താൻ പോകത്തില്ല. അങ്ങനെ കുട്ടികളോ ഇല്ലെങ്കിൽ ആരുടെയോ ബഹളോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഗെയിംസൊക്കെ കളിക്കാനും ഇല്ലെങ്കിൽ അങ്ങനെ മൂവിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നൊരു വിചിത്ര സ്വഭാവമുള്ളൊരു വിചിത്ര ജീവിയാണ് എൻ്റെ ഏട്ടൻ. പിന്നെ ഞങ്ങൾ 8 മണിയൊക്കെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം അടുത്ത സ്റ്റോപ്പിൽ നിന്ന് എന്തായാലും ആൾക്കാർ കയറുമെന്നറിയാം. അപ്പോൾ അതിന് മുമ്പേ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് ഫ്രീ ആവാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ആലുവയിൽ നിന്നാണ് ഫുഡ് വാങ്ങിയിരുന്നത്. ബിരിയാണി ആയിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ട്രെയിനിനകത്തുനിന്ന് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് കൈ കഴുകി വന്നപ്പോഴത്തേക്കും അടുത്ത സ്റ്റോപ്പ് എത്തി. നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ഫാമിലി കയറിയിട്ടുണ്ട്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും മക്കളും കൊച്ചുമക്കളും മരുമക്കളും അങ്ങനെ അവരുടെ ആ ഒരു ടീംസ് ആയിരുന്നു ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവനും. അപ്പം ഞാൻ എപ്പോഴും ട്രെയിനിൽ ട്രാവൽ ചെയ്യാനും, ട്രെയിനിന്നല്ല എവിടെ ട്രാവൽ ചെയ്യാൻ പോയാലും എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞാവയും അങ്ങനെ എന്തെങ്കിലും ഒരു ഫാമിലി വന്നിരിക്കും. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഫാമിലിയെ കിട്ടിയപ്പം ഒരു തക്കടുവാവും, ആർക്കായാലും കൊഞ്ചിക്കാൻ തോന്നും. അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും കൊഞ്ചിക്കാത്ത ഏട്ടൻ പോലും ആ കുഞ്ഞാവെ എടുത്ത് കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്ത് തൊട്ടടുത്ത് ചേട്ടന്മാർ വരെ വന്നാൽ കുഞ്ഞാവെ കളിപ്പിക്കുമായിരുന്നു. അത്രയ്ക്കൊരു തക്കടുവാവയായിരുന്നു. എന്തോ എനിക്ക് ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ ഇഷ്ടമായോണ്ടായിരിക്കാം എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞാവ വരാറുണ്ട്. കുഞ്ഞാവ നല്ല അടിപൊളി ഫാമിലി ആയിരുന്നു അവർ കേട്ടോ. ഞങ്ങളോട് ഭയങ്കര കമ്പനിയൊക്കെ ആയി. അവരുടെ കൂടെ വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്തോളെങ്കിൽ ആ ഒരു ടൈം ഒരിക്കലും ലൈഫിൽ നിന്ന് ഞാൻ മറക്കത്തില്ല. കാരണം അത്രയും അടിപൊളിയായിരുന്നു. ഞങ്ങളെ അവരുടെ 2 മക്കളായിട്ടാണ് കണ്ടിരുന്നത്. അതിൽ കുറേ പ്രായം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവർ പുറയിൽ സീറ്റിലേക്ക് ഞങ്ങളായിട്ട് വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്ത്. പിന്നെ ആ താഴെ കാണുന്ന കൊച്ചു കാന്താരിയില്ലേ, അവൾ എൻ്റെ മടിയിലായിരുന്നു ഫുൾ ടൈം.
ഉറങ്ങും വരെ. അവൾ എന്നായിട്ട് കമ്പനി ആയതിന് ശേഷം അവിടെ അമ്മ വിളിച്ചിട്ട് പോലും പോകുന്നില്ലായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയതേയില്ല. കാരണം അത്രയും സന്തോഷമായിരുന്നു അവളായിട്ട് കളിക്കുന്ന ടൈം. എനിക്കതൊന്നും അല്ല അതിശയം തോന്നിയത്. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഏട്ടൻ മൈൻഡ് ആക്കാറില്ല, വലിയ താല്പര്യം കാണിക്കാത്ത വ്യക്തിയാണ്. പക്ഷേ ഏട്ടൻ ഈ വാവയെ കണ്ടപ്പോൾ അതിനെ എടുത്ത് കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അതിശയമായിട്ട് തോന്നി. പിന്നെ രാത്രിയൊക്കെ ആയി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കയറി, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ എത്ര ലേറ്റായിട്ട് കിടന്നാലും വെളുപ്പിനെ കറക്റ്റ് 4 മണിക്ക് എണീക്കും. അങ്ങനെ 4 മണിക്ക് എണീറ്റിട്ടൊരു ചായ കുടിച്ച് ഞാൻ യോഗ ചെയ്യാറുണ്ട്. അതിവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരാറേ ഇല്ല. പക്ഷേ ഈ ട്രെയിനിലായതുകൊണ്ട് ഈ 4 മണിക്ക് എണീറ്റ് നോക്കിയപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നത്. പല സ്ഥലത്തുനിന്നും കൂർക്കമ്പലി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഉണർന്ന് കിടന്ന് ചായ പോലും കിട്ടിയില്ല. ഇങ്ങനെ കിടന്ന് പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഒന്ന് കണ്ണ് തുറക്കുമ്പോൾ ഉണ്ട് ദാ ഇരിക്കുന്നു സൂര്യൻ ഉദിച്ചതുപോലെ ചിരിയൊക്കെ ഇങ്ങനെ പാസ്സാക്കിയിട്ട് എൻ്റെ ഏട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നുമില്ല. ടൈം 6 മണിയാകുന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഗോവയിലെത്തുന്നത്. അതുകൊണ്ടിട്ട് മടിച്ച് ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കുമായിരുന്നു. കാരണം ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്, 1 മണിയൊക്കെ ആയി കിടന്നപ്പം. കാരണം ഞാൻ എത്ര ലേറ്റായിട്ട് കിടന്നാലും 4 മണിക്ക് എണീക്കും. ഇപ്പം അങ്ങനെ 4 മണിക്ക് ലേറ്റായിട്ട് കിടന്നിട്ട് 4 മണിക്ക് എണീറ്റ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയൊക്കെ ഇരുന്ന് ഓർക്കും കറക്റ്റായില്ലായിരുന്നു. വീട്ടിലൊക്കെ ആകുമ്പം ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് അതിന് ശേഷം യോഗയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ആക്റ്റീവ് ആവും, നമ്മൾക്ക് ഉറക്കം വരുത്തതേ ഇല്ല. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പിന്നെ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ദാ ഇരിക്കുന്നതിൻ്റെ സൈഡ് മാറിയിരുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. ഞാൻ ഉറങ്ങുന്നതെന്ന് നോക്കി. ഞാൻ ഉറങ്ങിയ ടൈമിൽ ഏട്ടൻ ഞങ്ങൾ ആദ്യത്തെ 2 ദിവസത്തെ റിസോർട്ട് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. ബാക്കി റിസോർട്ട് ഏതൊക്കെ ബുക്ക് ചെയ്യണമെന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ കാര്യം ഫൺ കോമഡിയാണ്. അത് വരുന്ന ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? തണുത്ത് പണ്ടായി നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങിയതേ ഇല്ലല്ലേ. അങ്ങനെ ടൈം 7 മണി ആയിട്ടുണ്ട്. ഇനിയുണ്ട് 2-3 മണിക്കൂർ ഗോവയിലെത്താൻ. അപ്പം ട്രെയിൻ ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ഭയങ്കര തണുപ്പുമായിരുന്നു. അങ്ങനെ പുതച്ച് മൂടി ഞാൻ എണീറ്റിട്ടില്ല, കിടക്കുവാണ്. കിടന്നുകൊണ്ട് പുറത്തെ വ്യൂസൊക്കെ കാണുവാണ്. പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടാമല്ലോ എന്ന് ഓർത്തിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ. ഏട്ടനാണെങ്കിൽ നേരെ തിരിച്ചും. ഏട്ടനാണെങ്കിൽ ഫ്ലൈറ്റിലും കാറിലും, ഞാൻ ഇല്ലാത്തപ്പോൾ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യാറുള്ളത്. പിന്നെ കാറിലൊക്കെയാണ് പോകാറുള്ളത്. എനിക്ക് പിന്നെ ഫ്ലൈറ്റിലും കാറിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമല്ലെന്നല്ല, എനിക്കതും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേക കഴിവാണല്ലോ ചിലവ് ചുരുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അമലേട്ടനാണെങ്കിൽ എങ്ങനെയൊക്കെ ചിലവാക്കാമെന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടക്കുന്ന ഒരാൾ, ഞാൻ നേരെ തിരിച്ചും അങ്ങനെ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന ഒരാളും. ഇപ്പം നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ നൈസായിട്ട് ട്രെയിൻ തന്നെ ചൂസ് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ കാറിലാണ് പോകുന്നതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡീസൽ 10-40,000 തന്നെ ഡീസലിന് വേണ്ടി മാത്രം ചിലവാക്കേണ്ടി വരും. കാരണം പല സ്ഥലങ്ങളിലും കയറി ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കുറേ ചുറ്റിക്കറങ്ങി. അപ്പം എനിക്ക് തോന്നി ഇതായിരിക്കും ബെറ്റർ. നമുക്ക് അവിടെ ചെന്ന് 2 വീലർ റെൻറ്റിൻ്റെ അടുത്ത് ഇഷ്ടത്തിന് കറങ്ങി അടിച്ചിട്ട് വരാമല്ലോ. എനിക്ക് ഈ ചായ കൂടി മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ട. അങ്ങനെ ഏട്ടൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചായ വാങ്ങി കേട്ടോ. എന്നിട്ട് ഈ ചായ കുടിച്ചിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. എനിക്ക് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി. കാരണം ഞാൻ ഇന്നലെ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങിയിട്ടുള്ളായിരുന്നു. ഈ
ഇതിന് തൊട്ട് മുമ്പ് എടുത്തൊരു വീഡിയോ ഇല്ലേ, ആ വീഡിയോ ഒന്നും എടുക്കുന്ന കാര്യം ഞാൻ അറിയുന്നതേ ഇല്ല. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ഫോണാണ് ഉള്ളത്, സ്പെയർ ഫോണ്. അപ്പോൾ ആ ഒരു എൻ്റെ രണ്ടാമത്തെ ഫോണിൽ ഈ വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്നവരെ അറിഞ്ഞതേ ഇല്ല. ഞാൻ എൻ്റെ ഫോണിൽ കാര്യമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഓരോ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്തോ ഒരു മൂഡ് ഔട്ട് പോലെ എനിക്ക് തോന്നുന്നു. അത്രയും നേരം എൻ്റെ കയ്യിൽ ഇരുന്ന കുഞ്ഞാവെ അങ്ങോട്ട് പോയോണ്ടാണോ അതോ ഇനി ഉറക്കം കറക്റ്റ് ആവാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു രസമില്ലായിരുന്നു. പിന്നെ ചായ കുടിച്ച് ആക്റ്റീവായി. പിന്നെ ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ വീഡിയോ സ്പീഡിലിട്ടേക്കുവാണ്. ഭയങ്കര സ്ലോ ആയിരുന്നിട്ട് കുറേ സ്ഥലത്തൊക്കെ നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി ലാഗായിരുന്നു. നിർത്തിയിട്ടിരുന്ന ടൈമിൽ ഏട്ടൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി, വേറുള്ള ചേട്ടന്മാർക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രം ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞാവേയും ചേച്ചിയൊക്കെ അവർ അപ്പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവനും അവരുടെ ഫാമിലിക്കാർ അവിടെ ഇവിടെ എല്ലാം. ഇത്രത്തോളം വലിയൊരു ഫാമിലി ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്. അപ്പം ചേച്ചിയും കുഞ്ഞാവയ്ക്ക് അങ്ങോട്ട് പോയേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്ത് ഈ പുള്ളിയുണ്ട്, ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലുള്ള ആ ഫാമിലിയിലുള്ള ആളാണ്. ഇവർ അടിപൊളിയാണ്. അവരങ്ങോട്ട് പരസ്പരം വീഡിയോ എടുക്കുന്നു. പ്രായമൊന്നും വിഷയമേ അല്ല. പിന്നെ ഞങ്ങൾ ഗോവയിലെത്തി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി റെൻറ്റിന് എടുക്കാനായിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ വരുന്നത്. അതും പാക്കേജ് ഒന്നും എടുക്കാതെ ഒരു അറിവുമില്ല, ഒരു പ്ലാനും ഇല്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ പാക്കേജ് എടുക്കാതെ പോകുന്നു. ഞങ്ങൾ ഇനി മുമ്പ് രാജസ്ഥാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവിടെ പോകുമ്പോഴും ഞങ്ങൾ നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. നിൽക്കേണ്ട ഹോട്ടൽ ബുക്ക് ചെയ്യും, പോകേണ്ട സ്ഥലങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതൊന്നുമില്ല. വണ്ടി റെൻറ്റിന് കിട്ടുമെന്ന് അറിയാം, അതെവിടാന്ന് പോലും അറിയില്ല. ചോദിച്ചും പറഞ്ഞു അങ്ങ് പോകാമെന്നുള്ള രീതിയിൽ അങ്ങ് പോവാൻ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ റെൻറ്റിനെടുത്ത്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു എവിടുന്ന് വണ്ടി റെൻറ്റിനെടുക്കണം. ഞങ്ങൾക്ക് വണ്ടി റെൻറ്റിനെടുത്തും ചെറിയൊരു പണിയൊക്കെ കിട്ടി. അത് അടുത്ത ബ്ലോഗിൽ പറയാം. ചെറിയ പണിയല്ല, 8ൻ്റെ പണിയാണ്. ഒരു ദിവസം ഞങ്ങളുടെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വണ്ടി റെൻറ്റിനെടുത്ത്. പക്ഷേ ഈ ബ്ലോഗ് കാണുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയാം. നമ്മൾ ബീച്ച് സൈഡിൽ നിന്ന് വണ്ടി റെൻറ്റിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ക്യാഷ് പോലും കൊടുക്കേണ്ട. ഇവിടെ നമ്മൾ വന്നിറങ്ങുന്ന ആൾക്കാർ വലിയ ധാരണയില്ലാത്ത ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. കിട്ടിയ ടൂ വീലർ അങ്ങ് എടുത്തു. പക്ഷെ ഞങ്ങളുടെ ഒരു ദിവസമാണ് പോയത് ഈ ടൂ വീലറിൻ്റെ പുറകിൽ നടന്നിട്ട്. ഇടയ്ക്ക് പണി കിട്ടി. അങ്ങനെ അത് അടുത്ത ബ്ലോഗിൽ പറയാം. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ പോകാനിരിക്കുന്ന ബീച്ചിൻ്റെ അടുത്തുള്ള റിസോർട്ട് തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ദിവസവും 4 റിസോർട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ആദ്യത്തെ 2 ദിവസത്തെ റിസോർട്ട് മാത്രമേ ബുക്ക് ചെയ്തോളൂ. ബാക്കി 2 അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ റിസോർട്ടിൽ ചെന്ന് ഫ്രഷായി അവിടെ കറങ്ങാൻ പോകുന്നതും ബാക്കി വിശേഷങ്ങളും എല്ലാം അടുത്ത ബ്ലോഗാക്കി ഇടാം. അപ്പം തൽക്കാലം ഞങ്ങൾ ഗോവയിലെത്തി. തൽക്കാലം ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.